ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഇന്നത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ, വഴുതനങ്ങ മെഴുക്കുവരട്ടി. മെഴുക്കുവരട്ടി എന്ന് പറയാമോ എന്നറിയില്ല, ഞങ്ങൾ തൃശ്ശൂർക്കാർ ഉപ്പേരി എന്നാണ് പറയുക, വഴുതനങ്ങ ഉപ്പേരി. അപ്പോൾ വഴുതനങ്ങ ഉപ്പേരിയും ചോറും കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് ഭയങ്കര കൊതി തോന്നിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ക്രേവിങ്സ് തോന്നാറുണ്ട് കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ് വഴുതനങ്ങ ഉപ്പേരിയും നല്ല മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല വഴുതനങ്ങ ഉപ്പേരിയും അതുപോലെ ചോറും കൂടി കഴിക്കാമെന്ന് വെച്ചാൽ വേറെ ഒരു കറി എനിക്കതിൻ്റെ വേറെ വേണ്ട കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ആ സ്റ്റൈല് നിങ്ങളോട് ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ്, എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ എൻ്റെ ഒരു ഇഷ്ടമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 2-3 പച്ചമുളക്, നല്ല എരിവോട് കൂടിയിട്ടുള്ള ഈ വഴുതനങ്ങ ഉപ്പേരിയാണ് കേട്ടോ എനിക്കിഷ്ടം. അതുകൊണ്ട് ഒരു 3 പച്ചമുളക് നെടുകെ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ഇതായിട്ട് വരുമ്പോൾ ഞാനതിലോട്ട് 2 ചെറിയൊരു സവാളയായിരുന്നു, സവാള കനം കുറഞ്ഞ് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഒരുപാട് ബ്രൗൺ നിറം ആകേണ്ട കാര്യമൊന്നുമില്ല. ചെറുതായിട്ട് ഒന്ന് കളറ് മാറുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടാലും മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ ആഡ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ജോലിക്ക് ഇടയിൽ വന്നിട്ട് എനിക്ക് എല്ലാ ക്രേവിങ്സ് ഒക്കെ തോന്നുമ്പോൾ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമുള്ള പണികളാണ് എൻ്റെ മുഴുവനായിട്ട്. അപ്പോൾ ദേ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയ ശേഷം അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഞാൻ കാശ്മീരി മുളകും അതുപോലെ തന്നെ മറ്റേ സാദാ മുളക് പൊടിയും കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അത്യാവശ്യം സ്പൈസി ആയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ രണ്ടും ഓരോ ടീസ്പൂൺ വീതം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞെന്ന് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതേ മുളക് പൊടിയൊക്കെ നല്ല മുരിഞ്ഞ ആ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഞാനിങ്ങനെ വലുതാക്കി കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി കനം കുറച്ച് അരിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കുഴഞ്ഞു പോവും. പക്ഷേ കുഴഞ്ഞിരിക്കുന്ന വഴുതനങ്ങ ഉപ്പേരിയാണ് കഴിക്കാനായിട്ട് ടേസ്റ്റ്. പക്ഷേ എന്നാലും ആ ഉടഞ്ഞു പോകാതെ കുറച്ചൊക്കെ കിട്ടണമല്ലോ, അതുകൊണ്ട് ഞാൻ വലുതാക്കി ഞാനിങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ച് പോലെ വഴുതനങ്ങ ഇരിക്കും. അപ്പോൾ അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് വെച്ചാൽ ഞാനിത്തിരി വലുതാക്കി കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിനോട്ട് നന്നായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് 1/2 ഗ്ലാസ് വരെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത്തിരി കുഴഞ്ഞ് കിട്ടണമെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വഴുതനങ്ങ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ, മൈ ഫേവറേറ്റ്. ഇനി ഞാനിതിലോട്ട് ഒരു ഓപ്ഷണലാണ്, എൻ്റെ ഒരു ടേസ്റ്റ് പ്രിഫറൻസ് ആണ്, കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എരിവും അതുപോലെ ഉപ്പും മധുരവും ഒക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ചോറ് കഴിക്കുമ്പോൾ. ഈ ഒരു ഡിഷ് മാത്രം മതിട്ടാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നല്ലൊരു ഡിഷാണ്, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.